പർദ്ദ ധരിച്ച സ്ത്രീ ബസ്സിൽ കയറാൻ വന്നു. അപ്പോൾ കണ്ടക്ടർ പറയാണ് പർദ്ദ ധരിച്ച സ്ത്രീയെ ബസ്സിൽ കയറ്റാൻ പറ്റൂല. ആരെ പറഞ്ഞു വെച്ച് ഓർഡറാണെന്ന് കണ്ടക്ടർ. അപ്പോൾ ഈ സ്ത്രീ ഓണറെ നമ്പർ കൊണ്ടുപോയാന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ക്ലിപ്പിലേക്കൊന്ന് പോവാം. ഇവിടെ അല്ല കേട്ടോ, തമിഴ്നാട്ടിലാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ക്ലിപ്പിലേക്കൊന്ന് പോവാം. പർദ്ദ ധരിച്ച സ്ത്രീകൾ ബസ്സിൽ കയറരുത്, അവർക്ക് യാത്രാ സ്വാതന്ത്ര്യമില്ലാന്ന്. പർദ്ദ ധരിച്ചത് കൊണ്ട് മാത്രം യാത്ര ചെയ്യാൻ അനുവദിച്ചില്ല. ഇത് നടന്നത് ഗുജറാത്തിലോ യു.പിയിലോ അല്ല, നമ്മുടെ സ്വന്തം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. அப்ப மத்தவங்களை ஏறிக்கிறாங்களே என்ன? காயல்பட்டின வழியா இல்லையா? காயல்பட்டின வழியா இல்லையா? காயல்பட்டின வழியா இல்லையா? அதை சொல்லுங்க. காயல்பட்டின போகுமா போகாதா? அப்ப ஏன் இவங்களையும் ஏத்த மாட்டேங்கிறீங்க? நாங்க டிக்கெட் எடுத்தாங்க போறோம். ஓனர் நம்பர் கொடுங்க. யார் அந்த ஓனர்? எங்க ஓனர் நம்பர் கொடுங்க. ஓனர் நம்பர் கொடுங்க. ஓனர் நம்பர் பிரைவேட் பஸ் இப்படி ஓனர் நம்பர் எழுது. അപ്പൊ കണ്ടില്ലേ? അപ്പോൾ പർദ്ദ ധരിച്ചെത്തി ആ കണ്ടക്ടർ കണ്ടില്ല വട്ടത്തിൽ കുറിയൊക്കെ തൊട്ടോട്ടെ, അത് ദൈവവിശ്വാസമാണ്, അതൊക്കെ ആയിക്കോട്ടെ. വർഗീയത പാടില്ല എന്നേ ഉള്ളൂ. അവനവൻ്റെ വിശ്വാസപ്രകാരം ജീവിക്കുക. പക്ഷേ ആ കണ്ടക്ടറെ കണ്ടാൽ തന്നെ അറിയാം തനി വർഗീയവാദി അല്ലേ. ഞങ്ങൾ മുഖത്ത് നോക്കിയില്ലേ തനി ഒരു വർഗീയവാദിയാണെന്ന്. അപ്പോൾ ബസ് ഓണർ നമ്പർ ചോദിച്ചിട്ട് ആ പർദ്ദ സ്ത്രീ. അപ്പം പിന്നെ അവിടെ ഇങ്ങനെ സംസാരിക്കണ ഒച്ചയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ സംഗതിയിലിപ്പോൾ ഒന്നുമില്ല. സംഗതിയിൽ തമിഴ്നാട് സർക്കാർ, സ്റ്റാലിനാണല്ലോ തമിഴ്നാട് ഭരിക്കുന്നത്, പിണറായി അല്ലല്ലോ. ആ ബസ്സിൻ്റെ പെർമിറ്റാണ് റദ്ദാക്കി. വിവരം ഉടൻ മുഖ്യമന്ത്രി അറിഞ്ഞു. സഡൻ നടപടിയായിരുന്നു. ആ ബസ്സിൻ്റെ പെർമിറ്റാണ് റദ്ദാക്കി. ബസ്സിൻ്റെ പെർമിറ്റ് റദ്ദാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ മാതിരി ഒന്നല്ല. കേരളത്തിൽ 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം, 50,000 വരെ ഉണ്ടെങ്കിൽ പെർമിറ്റ് കിട്ടാണ്ട്. അവിടെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ 1 കോടി 2 കോടിയൊക്കെ വില വരും പെർമിറ്റിന്. പഴയ ആടുകളെ വരെ കെട്ടാൻ പറ്റാത്ത ബസ്സൊക്കെ കോടിക്കണക്ക് റുപ്യക്കാണ് അവിടെ വിറ്റ് പോണത്. അപ്പോൾ ആ വിറ്റ് പോണതിൻ്റെ കാരണം ആ പെർമിറ്റിൻ്റെ വിലയാണ്. അതായത് കേരളത്തിൽ പെർമിറ്റ് കൊടുക്കണ മാതിരി ആഴ്ചയിൽ RTO മീറ്റിംഗ് കൂടിക്കാണ്ട് 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് അതിന് മുന്നിൽ പെർമിറ്റ് കൊടുക്കുന്ന സമ്പ്രദായം അവിടെ ഇല്ല. അവിടെ ഒരു ബസ് ഒരു സ്റ്റോപ്പിലേക്ക് എത്തിയാൽ ഒരു ബസ് നിറയാനുള്ള ആൾ ആ സ്റ്റോപ്പിലുണ്ടാവും. അങ്ങനെയാണ് അവിടെ. പിന്നെ ഇവിടെ ഒരു പരിപാടി ഉണ്ട്. സ്റ്റോപ്പിൽ 10 ആളാകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ കൊണ്ടുവന്നാൽ നിർത്തിയിട്ട് കയറിക്കോളി അറിയും, എന്നിട്ട് ബസ്സിൻ്റെ മുന്നിലാണ് പോകും. ആ സമ്പ്രദായങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ ഓട്ടോറിക്ഷ വിളിച്ച് ഒരടിയം നാട്ട് പോകണമെങ്കിൽ 100 റുപ്യ കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിസ്റ്റം ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ ബസ് പെർമിറ്റിന് ഭയങ്കര വിലയാണ്. ആ പെർമിറ്റാണ് ആ റദ്ദ് ചെയ്തത്. അതുപോലെ കേരളത്തിലാണെങ്കിൽ ആ കണ്ടക്ടർ ഏത് യൂണിയനിൽ പെട്ടാണ് നോക്കും, ഡ്രൈവർ ഏത് യൂണിയനിൽ പെട്ടാണ് നോക്കും. അപ്പോൾ അത് പിന്നെ CITU യൂണിയനിലോ അതായത് CPM-ൻ്റെ യൂണിയനിലോ BJP യൂണിയനിലോ പെട്ടതാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ 2 ഒന്നാണല്ലോ. അപ്പം അങ്ങനെ പെട്ടതാണെങ്കിൽ ആ CCTV ക്യാമറയിൽ ആ വീഡിയോ കാണൂല. നീ ബസ്സിൽ മെമ്മറി കാർഡ് ഇട്ടാണെങ്കിൽ ആ മെമ്മറി കാർഡ് കാണൂല. അതാ സംഭവിക്കുക. നമുക്കറിയാലോ ആര്യാരാജേന്ദ്രൻ്റെ വിഷയം. ആ ഡ്രൈവർക്ക് അനുകൂലമായിട്ടുള്ള ആ മെമ്മറി കാർഡിലുണ്ടായിനി. അപ്പോൾ ആ മെമ്മറി കാർഡ് ഇതാണ് കാണാതെ. മെമ്മറി കാർഡ് ഏതായാലും ഡ്രൈവർ എടുത്തോട്ട് പോലല്ലോ, കാരണം അയാളെ പണി ഏതായാലും പോയത്. അപ്പോൾ ആ മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാ ദോഷം ചെയ്യുക? MLA-ക്കും CPM-ൻ്റെ MLA-ക്കും മേയർക്കും ദോഷം ചെയ്യുക. അപ്പോൾ ആ മെമ്മറി കാർഡ് കാണാതായി എന്നതുപോലെ ആ CCTV-യിൽ ആ ദൃശ്യങ്ങളൊന്നും ഉണ്ടാവില്ല തമിഴ്നാട്ടിൽ. ആ മെമ്മറി കാർഡും കാണാതെയാവും. ആ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും സംരക്ഷിക്കും, ബസ് ഓണറെയും സംരക്ഷിക്കും. അതായിരിക്കും കേരളത്തിലുണ്ടാകുക. തമിഴ്നാട്ടിൽ നടന്ന നല്ല നട്ടലിലുള്ളൊരു ഭരണാധികാരിയാണ് സ്റ്റാലിൻ. നിലപാടുള്ള നേതാവാണ്, നിലപാടുള്ള മുഖ്യമന്ത്രിയാണ്. നിലപാട് പറഞ്ഞാൽ അത് പ്രവർത്തിക്കാൻ കഴിവുള്ള മുഖ്യമന്ത്രിയാണ്. ആ ബസ്സിൻ്റെ പെർമിറ്റ് ഞാൻ തന്നെ റദ്ദ് ചെയ്ത്. അപ്പം ഇത്തരം വർഗീയവാദികളൊക്കെ തിരിച്ചറിയണം. അത് തിരിച്ചറിയാനുള്ള നടപടി കൂടി സ്റ്റാലിൻ്റെ പാർട്ടി അണികൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ള നമ്മളൊരു അപേക്ഷയാണ്. കാരണം അവിടെ ഇപ്പോൾ കാര്യമായിട്ട് സ്റ്റാലിൻ്റെ പാർട്ടിയും ഇപ്പോൾ ഉണ്ടായി വരുന്ന വിജയിൻ്റെ പാർട്ടിയൊക്കെ ഉള്ളു, ബാക്കിയൊക്കെ പോയല്ലോ. അപ്പം സ്റ്റാലിൻ്റെ പാർട്ടി അണികളൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. തനി വർഗീയ കോമരങ്ങളാണ് കൂടുതലും പിന്നെ ഈ തമിഴ്നാട്ടിൽ. പക്ഷേ അവർക്കവിടെ പച്ച തൊടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഈ ബസ് കണ്ടക്ടർ
ഇനി വേറൊരു ബസ്സിൽ ആ കണ്ടക്ടർ ജോലി ചെയ്യരുത്, അതും ആ കണ്ടക്ടറും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണം. അങ്ങനെ ഒരു ബസ് പെർമിറ്റ് ചെയ്താൽ റദ്ദ് ചെയ്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു ബസ് ഇനി അവിടെ ഓടില്ല. ആ ബസ് കണ്ടക്ടറെയും ശ്രദ്ധിക്കണം. അത് അണികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ആ കണ്ടക്ടർ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം. ഓണറൊന്നും ഇപ്പോൾ പറയില്ല പർദ്ദട്ടോലെ ബസ് കയറ്റണമെന്നപ്പോൾ ഓണർ പറയുമോ? നമുക്ക് ആലോചിച്ചാലിൻ്റെ കാര്യമാണുള്ളത്. പർദ്ദട്ട് വരുന്ന സ്ത്രീകളെ ബസ് കയറ്റണ്ടെന്ന് ഏതേ ഓണർ പറയുമോ? അത് പറയില്ല. അപ്പോൾ അത് എന്താ വെച്ചാൽ പർദ്ദട്ടാണ് വന്നപ്പോൾ ഓന് പറ്റിയില്ല കയറണ്ട. ആ വർഗീയത, ഓൻ്റെ ഉള്ളിലെ വർഗീയതയാണ് ആ പുറത്ത് വന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളും നടപടികളൊക്കെ ഉണ്ടാവണം. അത് സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നത് നമുക്ക് 100 വട്ടം സ്വാഗതം ചെയ്യാവുന്ന കാര്യമാണ്. കേരളത്തിലാണെങ്കിൽ അത്തരം നടപടികളൊന്നും എല്ലാം പ്രതീക്ഷിക്കുക. അത് പിന്നെ CPM-ൻ്റെ യൂണിയനിലോ BJP-ൻ്റെ യൂണിയനിലോ പെടാത്തതാണെങ്കിൽ നടപടി ഉണ്ടാവും. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഇല്ലാഞ്ഞിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത്. എന്നാൽ വേറെ പരാതികളുള്ള ഒരുപാട് ലൈംഗിക പീഡനങ്ങളൊക്കെ ഉണ്ട്. അത് കേസെടുക്കുന്നുണ്ടോ, അന്വേഷിക്കുന്നുണ്ടോ? അങ്ങനത്തെ ഏതെങ്കിലും ഒന്നുമില്ല. നമുക്ക് സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഒക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ പരാതി ആളും തരയൊക്കെ നോക്കിയെടുക്കും. അവിടെ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം സഡൻ നടപടിയാണ്. നിലപാടുള്ള നേതാവാണ്, നിലപാടോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന നേതാവാണ്. ആ നേതാവിന് 1000 അഭിനന്ദനങ്ങൾ.